ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമായ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം അടുത്തിടെ സംഭവിച്ച ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിൽ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ലോഞ്ച് ചെയ്തതിനു ശേഷം അതിന് പാകിസ്ഥാൻ റിട്ടാലിയേഷൻ നൽകിയപ്പോൾ നമ്മുടെ പഞ്ചാബ് പ്രൊവിൻസ് അതിനടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഈ ആകാശ് ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തൈവാൻ ചെയ്തത് തൈവാന്റെ ഗവൺമെന്റ് അല്ല, തൈവാനിലെ ചില പ്രധാനപ്പെട്ട മുൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ, സൈനികം സംബന്ധിക്കുന്ന ഗവേഷണം നടത്തുന്നവർ ഗവൺമെന്റിന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങുക. ഇന്ത്യ അവരുടെ ആയുധങ്ങളുടെ കഴിവ് അടുത്തിടെയായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് എതിരെ, പ്രധാനമായും സ്വാം ഡ്രോൺ കൂട്ടത്തിനെതിരെ അവരുടെ ഈ ആയുധങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ അത് വാങ്ങാനുള്ള ശ്രമങ്ങൾ നമ്മൾ എടുക്കണമെന്ന് സർക്കാരിന് ഒരു റിക്വസ്റ്റായി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, S-500 ഇന്ത്യ വാങ്ങുമോ ഇല്ലയോ എന്ന് അടുത്തിടെ ഒരു വലിയ വിവാദം നടന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായി റഷ്യയിൽ നിന്നും ഇത് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ഒരു വാർത്ത S-500 നിന്നും നമുക്ക് ആരംഭിക്കാം. കാരണം S-500 സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. S-400, S-350, 300 ഇവയെല്ലാം എയർക്രാഫ്റ്റ്സിനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും ബാലിസ്റ്റിക് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും, അതായത് ചില ടൈപ്പ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതലായി ക്രൂയിസ് മിസൈൽസിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയും നിർമ്മിച്ചിട്ടുള്ള അതിനവീന ആയുധ സംവിധാനമാണ്. എന്നാൽ S-400 S-500 എന്നത് അപ്ഗ്രേഡ് ചെയ്ത ഒന്നാണ്. കാരണം ഇതിന്റെ മാക്സിമം കവറേജബിൾ റേഞ്ച് എന്നത് 550 കിലോമീറ്ററിലും കൂടുതലാണ്. മാത്രവുമല്ല, ഇതിനെ കൊണ്ട് ഈ ലോ എർത്ത് ഓർബിറ്റിൽ വരുന്ന സാറ്റലൈറ്റ്സിനെ പോലും വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. 200 കിലോമീറ്റർ വരെയും ആൾട്ടിറ്റ്യൂഡ് റീച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മോഡേൺ ഡേ എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ ഡിഫൻസ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ കൂടുതലാണ്. ലോകത്തിൽ പല തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി തന്നെ ഇത് മാറും. അങ്ങനെയാണ് റഷ്യ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ S-500 പ്രത്യേകമായി ഒരു യൂണിറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം വേണം, മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം വേണം. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ ഒരു ലെയറായി നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളും അധികമാകും. അങ്ങനെ നോക്കിയാൽ നമ്മുടെ പക്കൽ S-400 ഉണ്ട്. സുദർശൻ ചക്ര എന്ന ഒരു പ്രോഗ്രാം നമ്മുടെ പക്കലുമുണ്ട്. പോയിന്റ് ഡിഫൻസ് സിസ്റ്റമായി ആകാശ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത് ഇന്ത്യക്ക് ക്ലിയർ ആയ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷന്റെ ഹെഡ് പൊസിഷനിലുള്ള ദിമിത്രി ഷുഖി പറഞ്ഞത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസമായിരുന്നു ഈ വാർത്ത പറഞ്ഞത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും ഈ വാർത്ത പുറത്തു വന്നാൽ അത് ഒഫീഷ്യലായി റഷ്യയുടെ പക്കൽ നിന്നും വരുന്നത് പോലെയാണ്. കാരണം റഷ്യൻ ഗവൺമെന്റിൽ അത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തികളാണിവർ. ഈ ആയുധ ഉൽപാദനത്തിലും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവർ. ഇപ്പോൾ ഇവരുടെ പക്കൽ നിന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം S-500 വാങ്ങാനുള്ള ഒരുപാട് ഡീൽസ് ഇന്ത്യ മേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. അപ്പോൾ വീണ്ടും അവരുടെ പക്കൽ നിന്ന് വന്ന ഒരു അപ്ഡേറ്റ്, 2 യൂണിറ്റ്സോളം ഞങ്ങൾ ഇന്ത്യയിൽ ലോക്കൽ പ്രൊഡക്ഷനിൽ ചെയ്യാനുള്ള ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. ഇത് തീർച്ചയായും ഇന്ത്യയെ കൊണ്ട് നിരസിക്കാൻ കഴിയാത്തൊരു ഓഫർ ആയിരിക്കും. S-400 ഇതിനകം തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായി നടന്ന പ്രശ്നത്തിൽ ഇന്ത്യ അത് ഫീൽഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ S-500 അവരുടെ മിസൈൽ ഡിഫൻസ് ഷീൽഡിന് മറ്റൊരു പവർ തന്നെ നൽകും. ഏതൊരു മിസൈൽസിനും പെനെട്രേറ്റ് ചെയ്യാൻ കഴിയാത്തത്രൊരു പവർ വീണ്ടും S-500 നൽകും എന്ന് പറഞ്ഞു. റഷ്യയുടെ പക്കൽ നിന്ന് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. പക്ഷേ കളത്തിൽ S-500 എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നമുക്കറിയില്ല. കാരണം റഷ്യ പോലും ഒരേ ഒരു യൂണിറ്റ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് സീരിയൽ പ്രൊഡക്ഷനിലേക്ക് പോയാൽ പോലും അതിന്റെ ഔട്ട്പുട്ട് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളുമായി ചേർന്നവർ നിർമ്മിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2 രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുമ്പോൾ കൂടുതലായും അവരതിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ പക്കൽ ഇപ്പോഴും സീരിയൽ പ്രൊഡക്ഷനിൽ അധികം നമ്പേഴ്സ് ഇല്ല. അവരുടെ പക്കൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിച്ച് വാങ്ങാനും സാധിക്കൂ. മാത്രമല്ല, S-400 ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് തന്നെ 1.1 മുതൽ 1.3 ബില്യൺ വരെയാണ്. അതിപ്പോൾ നമ്മൾ ഏത് വേരിയന്റ്, മോഡിഫിക്കേഷൻസ് ഇതിനനുസരിച്ച് ആ വാല്യൂ കൂടും. എന്നാൽ ഇതിന്റെ സിംഗിൾ യൂണിറ്റ് കോസ്റ്റ് എത്രയെന്നറിയണ്ടേ? 2.9 ബില്യണിലും അധികമാണ്. അതായത് S-400 3 മടങ്ങ് വില കൂടുതൽ. അപ്പോൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ബഡ്ജറ്റ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്തായിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത്ര വലിയൊരു വില കൊടുത്ത് ഇങ്ങനെ ഒരു വെപ്പൺ സിസ്റ്റം, അതും സിംഗിൾ യൂണിറ്റ് വാങ്ങുമോ എന്നുള്ളത് ഒരു സംശയമാണ്.
ഒരു പക്ഷേ ഭാവിയിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും ഇപ്പോഴത്തേക്ക് S-500 റഷ്യ സീരിയൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാതിരിക്കുമ്പോൾ ഇന്ത്യ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ പകരം അഡീഷണൽ നമ്പർ ഓഫ് S-400 വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിപ്പോഴും 2 യൂണിറ്റ്സ് വരാനുണ്ട്. കൂടെ തന്നെ നമ്മുടെ എല്ലാ ബോർഡേഴ്സിനെയും സെക്യൂർ ചെയ്യാനായി വീണ്ടും ഒരു 2-3 യൂണിറ്റ്സോളം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം പറയാനുള്ളത്, S-400 വന്നാൽ തന്നെ 2-3 യൂണിറ്റ് പാകിസ്ഥാൻ ബോർഡറിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ടോട്ടൽ കവറേജ് ലഭിക്കും. എന്നാൽ S-500 വന്നാൽ ഒന്നും ആവശ്യമില്ല. ഈ പഞ്ചാബ് റീജിയണിൽ 1, കാശ്മീർ റീജിയണിൽ 1, പിന്നെ നമുക്കൊണ്ട് അവിടെ നിന്ന് മുഴുവൻ പാകിസ്ഥാനെയും സർവൈലൻസ് ചെയ്യാൻ സാധിക്കും. ഒരേ ഒരു ചെറിയ ഡ്രോൺ അകത്ത് വന്നാൽ പോലും നമുക്കൊണ്ട് കണ്ടെത്താൻ കഴിയും. അത്രത്തോളം ക്യാപ്പബിൾ ആയ സിസ്റ്റമാണ്. ശരി, ഇനി തൈവാൻ കാര്യത്തിലേക്ക് വരാം. തൈവാനിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം, തൈവാനും ഇന്ത്യക്കും ഇടയിൽ നേരിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്കും തൈവാനും ഇടയിൽ ഫോറിൻ ഡീൽസ് ഉണ്ടോ, ഓപ്പൺ ടൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരി, അപ്പൊ ഈ ഫോറിൻ ടൈസ് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ഡീൽ മേക്ക് ചെയ്യാൻ കഴിയുന്നത്? സൈനികം സംബന്ധിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു രാജ്യവുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ സംബന്ധിക്കുന്ന എംബസീസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുമായി നേരിട്ട് ബന്ധത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവയെല്ലാം പ്രാക്ടിക്കലി പോസിബിൾ ആയി മാറുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് ഇല്ലീഗലായി ചെയ്യുന്നത് പോലെ ആയിരിക്കും വരിക, ഈ ബാക്ക് ഡോർ ഡിപ്ലോമസി. അങ്ങനെ ചില റൂട്ട്സ് വഴി മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇന്ത്യ അങ്ങനെ എന്തെങ്കിലുമാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യം അറിയാം. അതിനുശേഷം ഇതിന് പിന്നിൽ എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഡോക്ടർ അലക്സാണ്ടർ ഹുവ, ഇദ്ദേഹം തൈവാന്റെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് വാർ സ്റ്റഡീസിന്റെ ചീഫാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ചില പ്രധാനപ്പെട്ട ഡിഫൻസ് അനലിസ്റ്റ്, ഡിഫൻസ് എക്സ്പേർട്സ് ഉണ്ടല്ലോ, അതുപോലെ തൈവാനിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തി. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ ഒരുപാട് അനലിസ്റ്റ് ഗവൺമെന്റിന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത്, ചൈന 2027-28 ഈ കാലഘട്ടത്തിൽ തൈവാൻ എതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാലത്തിൽ അമേരിക്കയ്ക്കും ഒരു മാറ്റം സംഭവിക്കും. റഷ്യ ഇതിനകം തന്നെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ഇങ്ങനെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ ചൈന വളരെ എളുപ്പത്തിൽ ഈ പ്രദേശത്തെ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുള്ളതായി തൈവാൻ വിശ്വസിക്കുന്നുണ്ട്, അമേരിക്കയും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ തൈവാന് ഇപ്പോഴുള്ള സോഴ്സ് സപ്ലയർ, മിലിറ്ററി എക്യുപ്മെന്റ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് യൂറോപ്യൻ യൂണിയനിലുള്ള ചില രാജ്യങ്ങളാണ്. തായ്വാനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വെറും 13 മാത്രമാണ്. ലോകത്തിൽ 140-ലധികം രാജ്യമുണ്ട്. അപ്പോൾ നേരിട്ട് ഈ തായ്വാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വെറും 13 രാജ്യമാണ്. ഇതിൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ. എന്നാൽ ഈ ലിസ്റ്റിൽ ഇന്ത്യ ഇല്ല. ഇന്ത്യയുടെ പക്കൽ നിന്നും എക്യുപ്മെന്റ്സ് വാങ്ങണമെന്ന് ഇവർ പറയാനുള്ള കാരണം എന്താണ്? എത്ര തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ എക്യുപ്മെന്റ്സ് കൃത്യമായി തന്നെ അവിടെ ഫംഗ്ഷനായി പ്രവർത്തിച്ചു. ചൈനയുടെ ചില വെപ്പൺസിനെ പോലും, തുർക്കിയിലെ ചില ഡ്രോൺസിനെയും, പാകിസ്ഥാന്റെ പഴയ മിസൈലുകളെയും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ടൈസ് ഒന്നും ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ് ആയുധങ്ങൾ വാങ്ങാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിനിവിടെ ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ പേര് ടൈപ്പ് എക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്റർ എന്നാണ്. ഇതിന്റെ ഒരു ആശയം, വിദേശ എംബസീസ് അവിടെ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ആ രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ കോൺടാക്ട് ചെയ്യാതെ, ഇവിടെയുള്ള വ്യക്തികൾ അവിടെ പോകാതെ, 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു എംബസി പോലും ഇല്ലാതെ ചില പൊളിറ്റിക്കൽ ടൈസും ഈ വിസ പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയും ബാക്ക്ഡോർ ഡിപ്ലോമസി വഴി പ്രത്യേക ചില വെപ്പൺസ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയും ലോകത്തിന്റെ കണ്ണുകൾക്കറിയാത്ത ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ 2 രാജ്യത്തിനും ഇടയിലുള്ള ഒരു സ്ട്രാറ്റജിക് ടൈസ് എന്ന് പറയാം. ഇതുവഴി നമ്മെ കൊണ്ട് തായ്വാനെ സഹായിക്കാൻ കഴിയും. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൺ ചൈന പോളിസി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വൺ ചൈന പോളിസിക്ക് കീഴിൽ തായ്വാനും ചൈനയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള സർക്കാരും ഇതിന് മുൻപുള്ള സർക്കാരും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വെപ്പൺ സിസ്റ്റം നൽകാൻ കഴിയുക? ചൈനയെ എതിർത്ത് ആയുധങ്ങൾ ഇവർക്ക് നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണ തീരുമാനമെടുക്കാൻ പോകുന്നത് ഗവൺമെന്റ് ആണ്. അതിന്റെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. നമ്മെക്കൊണ്ട് ചില മിസൈൽസ് ഒന്നും നൽകാൻ കഴിയില്ല. എന്നാൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം 70 കിലോമീറ്റർ റേഞ്ചിനുള്ളിലുള്ള ഈ മീഡിയം കാറ്റഗറിക്ക് കീഴിൽ ഏതൊക്കെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണോ ഉള്ളത്, ഏതൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റം ആണോ നമ്മുടെ പക്കൽ ഉള്ളത്, അതൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറിക്ക് കീഴിൽ നമുക്ക് ആകാശ എയർ ഡിഫൻസ് സിസ്റ്റം വരുന്നുണ്ട്, നമ്മുടെ പക്കലുള്ള വേരിയന്റ്. അപ്പൊ ഭാവിയിൽ തായ്വാന് ഒരു സഹായം ആവശ്യമായി വരികയാണ്. തായ്വാൻ ഒരു റിക്വസ്റ്റ് ഒഫീഷ്യലായി തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് നൽകുകയാണെങ്കിൽ നമ്മെക്കൊണ്ട് ഈ ഒരു കാറ്റഗറിയിലുള്ള വെപ്പൺ സിസ്റ്റം നൽകാൻ കഴിയും. മാത്രവുമല്ല, തായ്വാനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായ ഒരു ടൈസ് നമ്മളുമായി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്.
പക്ഷേ ബ്രഹ്മോസിന്റെ കാര്യത്തിൽ തായ്വാന് നമ്മളത് നൽകാൻ ഒന്ന് ആലോചിക്കും എന്നതിന് പുറമെ കൊടുക്കാനുള്ള സാധ്യത അവിടെ വളരെ കുറവാണ്. കാരണം ബ്രഹ്മോസ് മിസൈൽ നമ്മൾ തായ്വാൻ നൽകുകയാണെങ്കിൽ അതിന്റെ ടെക്നോളജി അമേരിക്കയിലേക്ക് ഷെയർ ആകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇവർക്ക് ചൈനയ്ക്കെതിരെ വെപ്പൺസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ലോകത്തിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അമേരിക്കയുടെ വെപ്പൺസിനേക്കാളും ബെസ്റ്റ് വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ലോകത്തിൽ ഒരുപാടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അതെല്ലാം വിട്ടിട്ട് എന്തിനാണ് ഇന്ത്യയുടെ പക്കൽ തന്നെ ചോദിക്കണം? അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് പുറകിലൊരു സ്ട്രാറ്റജി തന്നെയുണ്ട്. ആക്ച്വലി ഇതിനെ മിഡ്ഫീൽഡ് എന്ന് പറയും. മിലിറ്ററി, ഇൻഫോർമേഷണൽ, ഡിപ്ലോമാറ്റിക്കൽ, ഫിനാൻഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് ലോ. ഇതാണ് മിഡ്ഫീൽഡ് ലോ. ഈ സ്ട്രാറ്റജിക്ക് കീഴിൽ നോക്കിയാൽ ഏതൊരു രാജ്യത്തെയും പ്രോപ്പറായി വിശ്വസിക്കാനേ കഴിയില്ല. അതായത് ഇന്ന് ചൈനയെ എതിർക്കുന്ന അമേരിക്ക ചൈനയുടെ പക്കൽ നിന്നാണ് ക്രിട്ടിക്കൽ സപ്ലൈസ് വാങ്ങുന്നത്. അവരുടെ F-35 യുദ്ധവിമാനത്തിന്റെ പ്രധാനപ്പെട്ട സപ്ലൈ ചെയിനൊക്കെ പ്രോപ്പറായി നൽകണമെന്നുണ്ടെങ്കിൽ അതിന് ചൈനയുടെ സഹായം ആവശ്യമാണ്. അപ്പൊ പിന്നെ നാളെ അമേരിക്ക വീണ്ടും ഒരു ഹബ്ബായി മാറി സെമി കണ്ടക്ടേഴ്സിന് വേണ്ടി തായ്വാനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സാഹചര്യം അമേരിക്കയ്ക്ക് വരികയാണെങ്കിൽ അവർ തായ്വാനെ സംരക്ഷിക്കും എന്നൊരിക്കലും തായ്വാന് പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളുടെ പക്കലും ഒരു സൗഹൃദം ഉണ്ടാകണം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ മറ്റുള്ള രാജ്യങ്ങളും നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനാൽ ഈ ഒരു സ്ട്രാറ്റജി തായ്വാൻ ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്ങനെ ആയാലും ചൈനയ്ക്കെതിരെ ഇന്ത്യ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണം, മൂവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പറായി അവർക്കൊരു ചെക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ തായ്വാന് ആയുധ സഹായം നൽകിയാൽ അത് ശരിയാകും. എന്നാൽ നമ്മൾ തന്നെ ഇവിടെ വൺ ചൈന പോളിസി സപ്പോർട്ട് ചെയ്തിട്ട് അതിന് പിന്നിലൂടെ തായ്വാന് സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് ചെയ്യുമോ എന്നുള്ളത് ഇവിടെ സംശയമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. അടുത്ത ചെറിയൊരു സജഷൻ ഉള്ളത്, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് 18 യൂറോപ്യൻ സാറ്റലൈറ്റ്സിനെ ഇന്ത്യ ബ്ലൈൻഡ് ചെയ്തതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായി. നമ്മളെ നിരീക്ഷിക്കാൻ വന്നവരെ അതിന് അനുവദിക്കാതെ തടഞ്ഞ ചില സംഭവങ്ങൾ അവിടെ നടന്നു. ഇത് കേൾക്കാൻ വളരെ രസകരമായി തോന്നി. ഇത് സംബന്ധിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. കൂടുതലായും നമ്മൾ ബ്ലൈൻഡ് ചെയ്തത് ജർമ്മനി സാറ്റലൈറ്റ്സിനെയാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് വേണം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. കൂടാതെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.